ഹലോ, നല്ല കടുക് മാങ്ങ ഇടുന്നൊരു റെസിപ്പി എനിക്ക് വല്യമ്മ പറഞ്ഞു തന്നു. അപ്പോൾ ഇതെങ്ങനെ ഇടണേന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ ഒരുപാട് ടൈപ്പ് മാങ്ങയുണ്ട്. നമ്മളിവിടെ എടുത്തിട്ടുള്ള നാടൻ മാങ്ങയാണ്. നമ്മുടെ വീടിൻ്റെ മേളിൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും കുഞ്ഞനും കൂടി വൈകുന്നേരം ആയപ്പോൾ മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് വന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒട്ടുമില്ല നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വേണം നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്യണം. ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ എടുക്കുന്ന ആളെ കണ്ണാടി കൂടി ചെറുതായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് അത് ഒന്നുകൂടി വെയിലും കൂടെ കൊള്ളിക്കണം. ചെറുതായിട്ട് അതിനകത്ത് വെയിൽ കൊണ്ടു കഴിയുമ്പോൾ അതിനകത്തുള്ള വെള്ളമൊക്കെ പോയി കിട്ടും. അപ്പോൾ ഒരുപാട് ദിവസം അച്ചാറിരിക്കും. ഇതിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് കടുക്, ഉലുവ, ജീരകം, അയമോദകം ഇതെല്ലാം നമ്മൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ കുറച്ച് കടുക് ക്രഷ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എടുക്കുന്ന നല്ലെണ്ണയാണ്. നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കിയിട്ട് മുളക് പൊടിയും നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് ഈ ചൂടായ നല്ലെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് വേണം നമ്മൾ ഇതിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. കൈയൊന്നും ഉപയോഗിക്കരുത്, സ്പൂൺ കൊണ്ട് മാത്രമേ ഈ മസാലയൊക്കെ മിക്സ് ചെയ്യാവുള്ളൂ. ഈ മിക്സ് ചെയ്ത മസാലയ്ക്കകത്തേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങയില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള എണ്ണയുണ്ട്, ആ എണ്ണയും ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ആറിക്കഴിയുമ്പോൾ നല്ല ചില്ല് ഭരണിയിലാക്കി അടച്ച് വയ്ക്കുക. 6-7 ദിവസം കഴിഞ്ഞേ ടേസ്റ്റ് ചെയ്യാവൂ. അടിപൊളിയായിരിക്കും.